വയനാട് പടമലയിൽ കാട്ടാന ആക്രമണത്തിന് പിന്നാലെ കടുവയുടെ സാന്നിധ്യം. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിന് സമീപത്താണ് ഇന്ന് രാവിലെ കടുവയെ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു. പടമലയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവ. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിന് സമീപത്താണ് വീണ്ടും കടുവ ഇറങ്ങിയത്. രാവിലെ 6:30 പള്ളിയിലേക്ക് പോവുകയായിരുന്ന ലിസിക്ക് മുൻപിലാണ് കടുവ ചാടി വീണത്. ഇത് കണ്ട് ലിസി തിരിഞ്ഞോടിയതോടെ കടുവ സമീപത്തെ കാപ്പിത്തോട്ടത്തിലേക്ക് മറയുകയായിരുന്നു. പ്രദേശത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. അതേസമയം പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കടുവയ്ക്കായി തിരച്ചിൽ നടത്തുമെന്നും രാത്രികാലങ്ങളിൽ കാവൽ ഏർപ്പെടുത്തുമെന്നും വനംവകുപ്പ് അറിയിച്ചു. അതേസമയം അജീഷിനെ കൊന്ന ബേലൂർ മകനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 5 ദിവസമായി ഈ ആനയ്ക്കായി പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്. ഇന്ന് ആന ഇപ്പോൾ ഉള്ളത് ബാവലി പ്രദേശത്തുണ്ടെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ഇതനുസരിച്ച് പ്രദേശത്ത് 200-ലധികം വരുന്ന വനപാലകരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. ഇന്നെങ്കിലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്.